ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ചെറിയൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്, എൻഡ് ടു എൻഡ് ട്രാവൽ വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തട്ടിക്കൂട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് KSRTCയുടെ കോഴിക്കോട് നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലാണ്. മുത്തങ്ങ തൊട്ട് മൈസൂർ വരെയുള്ള കാഴ്ചകളും വിവരങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല സമ്മർ ടൈമിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ലാപ്പിൽ ഞാനിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ നേരെ കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്ക് കയറും. നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ മരങ്ങളും പുല്ലുകളും കാടുകളൊക്കെ ഇങ്ങനെ വരണ്ട് ഉണങ്ങിക്കിടക്കുവാണ് ഇവിടെ. ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇച്ചിരിയെങ്കിലും പച്ചപ്പൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ട കേട്ടോ. നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിനൊന്നും മൺസൂൺ തുടങ്ങിയാൽ പിന്നെ ശരിക്കും സ്വർഗ്ഗപാതയാണിത്. നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും ഇടതൂർന്ന് നിൽക്കുന്ന കാടുകളും പുല്ലുകളും കോടമഞ്ഞൊക്കെ നിറഞ്ഞിട്ട് അത് പറയുമ്പോൾ തന്നെ ഒരു കുളിര് വരുന്നുണ്ട്. അത്രയും ബ്യൂട്ടിഫുള്ളാണ് മൺസൂൺ സീസണിൽ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഈ റൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. 3 സംസ്ഥാനങ്ങളിലൂടെ ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കാൻ പറ്റുന്ന റൂട്ടാണിത്. കേരളത്തിൽ മുത്തങ്ങ, കർണാടകയിൽ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിൽ മുതുമലൈ എന്നീ 3 പ്രദേശങ്ങളിലൂടെ ഒരു സീനിക് ട്രിപ്പ് അടിക്കാൻ പറ്റും ഇതിലൂടെ. കോഴിക്കോട് നിന്നും ബാംഗ്ലൂർ വരെ KSRTCയുടെ സ്വിഫ്റ്റ് AC ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ആ പോകുന്ന ദിവസം രാവിലെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കോഴിക്കോട് ഡിപ്പോ എന്ന് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു AC ബസ്സിന് പകരമാണ് ഇപ്പോൾ ഈ ഒരു ഡ്യൂലക്സ് ബസ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുത്തങ്ങ ഫോറസ്റ്റ് സഫാരിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു ഫോറസ്റ്റ് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള ജീപ്പുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മൺസൂൺ സീസണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ ഫോറസ്റ്റ് സഫാരിയൊക്കെ ചെയ്യുന്നത് വേറെ ലെവൽ ഫീലായിരിക്കും. ഒരുപാട് മൃഗങ്ങളെയും നല്ല പച്ചപ്പ് നിറഞ്ഞ കാടൊക്കെ കാണാൻ വേണ്ടി പറ്റും ആ ടൈമിൽ. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ഒഫീഷ്യലി നമ്മളിപ്പോൾ എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയും ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ചെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് യാത്ര ചെയ്യുന്നത് ഞാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലൊക്കെ രാത്രി യാത്രാ നിരോധനം നിലനിൽക്കുന്ന ഏരിയ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണി വരെ ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെക്ക് പോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അത് വന്യമൃഗങ്ങളുടെ രാത്രി കാലങ്ങളിലെ സ്വൈര്യവിഹാരങ്ങൾക്ക് തടസ്സമാവുന്നതുകൊണ്ടും യാനയും പുലിയും മറ്റ് മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അപകടം നിറഞ്ഞ റൂട്ടായതുകൊണ്ടുമാണ് അങ്ങനെ നൈറ്റ് റൈഡ് അലൗഡ് അല്ലാത്തത് ഇവിടെ. കുറേ മുന്നോട്ടേക്ക് വന്നിട്ട് കർണാടക സംസ്ഥാനത്തിലേക്ക് കയറാൻ പോവുകയാണ് നമ്മളിപ്പോൾ. ഇവിടെയാണ് കേരള കർണാടക അതിർത്തി വരുന്നത്. സോ അങ്ങനെ കർണാടകയിലേക്ക് കയറിയിരിക്കുകയാണ്. കേരളത്തിലൂടെ വന്നിട്ട് ഒരു മൃഗങ്ങളെ പോലും സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി കർണാടകയിൽ കയറിയുകൊണ്ട് ഇവിടെ നിന്നും കാണാൻ പറ്റുമെന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇവിടുന്ന് തൊട്ടിനി ഓരോ 200-300 മീറ്റർ കഴിയും തോറും റോഡിന് ഹമ്പുകൾ ഉണ്ടാവും. ഓവർ സ്പീഡൊക്കെ ഇവിടെ കംപ്ലീറ്റ്ലി നിരോധിത മേഖലയാണ്. നമ്മൾ ഓവർ സ്പീഡ് എടുത്ത് എങ്ങാനും കണ്ടാൽ പിന്നെ തീർന്ന്, പിന്നെ ഫൈനായി, കോടതിയായി, അതായി ഇതായി. അല്ലെങ്കിൽ ഇതിലൂടെ സ്പീഡിൽ പോകുന്നത് ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് സ്പീഡിൽ പോയാൽ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. വെറുതെ പെട്രോളും ഡീസലും കത്തിച്ച് പോകാമെന്നേ ഉള്ളൂ. ഒരു പതുക്കെ ഒരു 50 ആ ഒരു റേഞ്ചിൽ നമ്മളിങ്ങനെ മെല്ലെ പോവുകയാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ കാഴ്ചകളും കാണാം. വണ്ടിക്ക് അത്യാവശ്യം മൈലേജും കിട്ടും. ആർക്കും ഒരു കുഴപ്പമില്ല. സമ്മർ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു ബസ്സിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെയും കുറച്ചെങ്കിലും സമാധാനം കിട്ടിയത് ആ ഒരു മുത്തങ്ങ ബന്ദിപ്പൂർ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ്. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചൂടിന് ഭയങ്കര ആശ്വാസമായിരുന്നു. രാവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി ടൈമായ 6 മണിക്കൊക്കെ വന്നിട്ട് യാത്ര ചെയ്താൽ നല്ലൊരു അനുഭവമായിരിക്കും അത്. കാരണം മോർണിംഗ് ടൈം ആയതുകൊണ്ട് നല്ല നല്ല മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ടൈമാണത്.
ഇവിടെയൊക്കെ ഈ റോഡിൽ നിന്ന് ഒരു 30 മീറ്റർ മാറിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പുല്ലുകളും ഇലകളൊക്കെ ഇങ്ങനെ തീ വെച്ച് കത്തിച്ചിരിക്കുന്നത് കാണാം. അത് ഈ കാട്ടുതീ പടരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. ചില ആൾക്കാരൊക്കെ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഈ ബീഡിയും സിഗരറ്റൊക്കെ വലിച്ചിട്ട് അതിങ്ങനെ വലിച്ചെറിയും അല്ലേ. അത് കഴിയുന്ന സമയത്ത് അതിങ്ങനെ വലിച്ചെറിയുന്ന സമയത്ത് ഈ വരണ്ടുണങ്ങി കിടക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് തീ പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ തീ പടരാതിരിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ ചെക്ക് പോസ്റ്റ് കടന്ന് ഫോറസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ വേണ്ടി പാടില്ല. പോലീസിൻ്റെയും ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒക്കെ സർവൈലൻസ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവരെങ്ങാനും വന്ന് പിടിച്ചാൽ നല്ല ചീത്തയും നല്ല പിഴയൊക്കെ അവർ തരും. അതുപോലെ ഒരു കാരണവശാലും ഈ കാണുന്ന വന്യമൃഗങ്ങൾക്ക് നമ്മൾ ഒരുവിധ ഭക്ഷണ സാധനങ്ങളും കൊടുക്കരുത്. അങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മൃഗങ്ങളൊന്നും ട്രെയിൻഡ് പെറ്റൊന്നുമല്ല. അത് നിങ്ങൾ ഉപദ്രവിക്കാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. സോ അതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെറുതെ അപകടം വിളിച്ചു വരുത്തിയിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം യാത്രകൾ ചെയ്യുക. ഓൾവേസ് ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. ഫൈനലി ഈ ഒരു യാത്രയിൽ കാട്ടാനകളെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 വലിയ ആനയും ഒരു കുട്ടി ആനയും ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ. വരണ്ട് കിടക്കുന്ന ടൈം ആയതുകൊണ്ട് ഒന്നിനെ പോലും കാണാൻ പറ്റില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് പൊളിച്ചു കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഒന്നിനെയും കാണാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ച് വന്ന എനിക്ക് ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല മാൻകൂട്ടങ്ങളെയും മയിലുകളെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. നമ്മളിപ്പോൾ വരുന്നത് ഉച്ച ടൈമിലാണ്. എന്തായാലും 3 ആനകളെ കണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര സമാധാനമായി. ഇപ്പോൾ ഈ യാത്ര ധന്യമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ധന്യമായിരിക്കുകയാണ്. ഈ ഒരു കാട്ടിൽ അങ്ങിങ്ങായിട്ട് ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ നിൽക്കുന്ന ചെറിയ ഒറ്റപ്പെട്ട വീടുകൾ കാണാം. അവർ രാത്രി സർവൈലൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന വീടുകളാണ് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഈ ഒരു കാടും മൃഗങ്ങളൊക്കെ ആയിട്ട് രാത്രിയിലൊക്കെ എന്ത് റിസ്ക് എടുത്തിട്ടായിരിക്കുമല്ലോ ഈ ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ ജോലി ചെയ്യുന്നത്. അവരൊക്കെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. നമ്മളങ്ങനെ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ പോവുകയാണ്. മുന്നിൽ കാണുന്ന ഇവിടെയാണ് എക്സിറ്റ് ഗേറ്റ് വരുന്നത്. ഗുണ്ടൽപേട്ട ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ രാത്രിയിൽ 9 മണിക്ക് ശേഷം വരുന്ന വണ്ടികൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ഫോറസ്റ്റുകാർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് 15 കിലോമീറ്റർ കൂടി ഉണ്ട്. നിങ്ങളൊരു റൗണ്ട് ട്രിപ്പായിട്ട്, അതായത് കേരള, കർണാടക, തമിഴ്നാട് കറങ്ങിയിട്ട് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഗുണ്ടൽപേട്ട എത്തിയിട്ട് വലതുവശത്തേക്ക് പോയിട്ട് മുതുമലൈ ഫോറസ്റ്റിലൂടെയൊക്കെ പോയി ഗൂഡല്ലൂർ കയറി അവിടുന്ന് നാട് കാണി ചുരം വഴി നിലമ്പൂരിലേക്ക് പോവാം. അല്ല നിങ്ങൾക്ക് ബത്തേരി ഭാഗത്തേക്ക് അല്ലെങ്കിൽ മലബാർ ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങോട്ടും പോവാം. സോ ഇവിടെ ഒരു ത്രികോണ ആകൃതിയിലുള്ളൊരു ട്രിപ്പ് മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ മാപ്പ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഗുണ്ടൽപേട്ട ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഫുൾ കൃഷി സ്ഥലങ്ങളും ഈ സാധാരണക്കാരായ കർഷകരും അവരുടെ കുടിലുകളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന. ഫുള്ളായിട്ട് ഇങ്ങനെ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഇവിടെയൊക്കെ. ഉള്ള സ്ഥലത്തൊക്കെ അവർ നല്ല നല്ല പച്ചക്കറികളും മറ്റും കൃഷി ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഗുണ്ടൽപേട്ട, ഗൂഡല്ലൂരൊക്കെ ഈ ഒരു പൂക്കൃഷിക്കൊക്കെ പേരുകേട്ട സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഈ ഓണത്തിനും മറ്റു ഉത്സവങ്ങൾക്കൊക്കെയുള്ള ഈ പൂക്കളൊക്കെ അധികവും വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്.
ഗുണ്ടൽപേട്ട ടൗണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് ഒരു സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ബ്രേക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു മുന്നിൽ കാണുന്ന ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറോട്ടയും ചിക്കൻ കറിയും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഉഷാറായി. ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബാത്റൂമാണ്. ഭയങ്കര നീറ്റാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ബസ്സിലേക്ക് തിരിച്ച് കയറാൻ പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബസ് കേട്ടോ. KSRTCയുടെ സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സാണ്. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ചൂട് സമയമായതുകൊണ്ട് AC ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി നല്ല കിടിലൻ വണ്ടി തന്നെ. അങ്ങനെ യാത്രക്കാരൊക്കെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് ബസ്സിലെത്തിയ ശേഷം യാത്ര വീണ്ടും തുടർന്നു. വേനൽക്കാലമായതുകൊണ്ട് ഈ കൃഷി സ്ഥലങ്ങളെല്ലാം തരിച്ചു ഭൂമി പോലെ ഇങ്ങനെ വരണ്ട് കിടക്കുകയാണ്. ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങൾ കാണാനായിട്ടൊരു സുഖമില്ല അല്ലേ, എന്തോ ഒരു മിസ്സിങ് പോലെ. ഇപ്പോൾ നിങ്ങൾ പറയും പിന്നെ വേനൽക്കാലം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിനക്ക് പിന്നെ പച്ചപ്പും ഹരിതാപിയും കിട്ടോടാന്ന് അല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചേ? അതും ശരിയാണ്. ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തായാലും സംതൃപ്തി അടയാം, അത്രേ ഇപ്പോൾ പറ്റുള്ളൂ. പശുക്കളെയൊക്കെ മേയിച്ചിട്ട് തിരിച്ച് തൊഴുത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരെ ഈ റോഡിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വൈകുന്നേരം ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സൂര്യനാണെങ്കിലും വെയിൽ നല്ല ചൂടുണ്ട്. ഞാൻ ഇരിക്കുന്ന ആ ഒരു വിൻഡോ സൈഡിൻ്റെ കറക്റ്റ് പൊസിഷനിലാണ് ഈ സൂര്യൻ ഇരിക്കുന്നത്. അതുകൊണ്ട് മര്യാദക്ക് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. വിഷ്വൽസിനെല്ലാം ഒരു വൈറ്റ് ഓവർ എക്സ്പോഷർ വരുന്നു. മൈസൂരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരമ്പലം ഇവിടെ കണ്ടു റോഡിൻ്റെ സൈഡിൽ തന്നെ. എന്ത് ലുക്കാണല്ലേ ആ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ കർണാടകയിലെ അധികവും അമ്പലങ്ങളുടെ ആർക്കിടെക്ചറൽ സ്റ്റൈല് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മൈസൂർ പാലസിൻ്റെ കവാടമാണ് ആ ഒരു ദൂരെ കാണുന്നത്. അതിൻ്റെ പുറകിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന പാലസും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. സൂര്യൻ കറക്റ്റായിട്ട് ആ പാലസിൻ്റെ ആ പുറകു വശത്ത് തന്നെയാണ്. അതുകൊണ്ട് ക്യാമറയിൽ ഭയങ്കര ഓവർ എക്സ്പോഷറായിട്ട് ആ ഒരു വെളുത്ത് കാണുന്നു. ആ ഒരു വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. സോറി ഗൈസ്. സോ ബസ് മൈസൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ മൈസൂർ വരെയുള്ള കാഴ്ചകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്താലും മര്യാദക്ക് കിട്ടുമൊന്നുമില്ല. അതുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ അടുത്തൊരു യാത്രയും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്. ബൈ ബൈ.